ആദ്യത്തെ ലോങ് ടേക്കുള്ള മൂവി കാണാൻ കഴിഞ്ഞിരുന്നില്ല. അഭിലാഷിൻ്റെ മൂവി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണ ശൈലിയാണ്. തീർച്ചയായിട്ടും നമുക്ക് പറയാം വളരെ എക്സ്പെരിമെൻ്റലാണ് ആ സിനിമ. ആ സിനിമയിൽ ഈ ഒരു സൊസൈറ്റിയുടെ സ്റ്റിഗ്മ, ഇത്തരം ബന്ധങ്ങൾ, വളരെ ഇൻസെസ്റ്റിനെ കുറിച്ചൊക്കെ വരെ ചർച്ച ചെയ്യുന്നത്, അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടൊക്കെ നമ്മളെ സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിനെയൊക്കെ കാണിക്കുന്ന രീതിയിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയെക്കുറിച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഒരു ഇലാബറേറ്റ് ആയിട്ടത് എനിക്ക് തോന്നുന്നു 2 മണിക്കൂറിലധികം പോകുന്ന രീതിയിലേക്ക് അതിൻ്റെ ചർച്ചകൾ മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പം അത് അത്ര എക്സ്റ്റെൻസീവായിട്ട് നമ്മൾ ആ ഒരു ചർച്ച കൊണ്ടുപോകാൻ മാത്രം അത് പ്രത്യേകിച്ച് നമുക്കതിൻ്റെ പ്രത്യേക സ്ട്രക്ചറൊന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. ഒരു തിയററ്റിക്കലായിട്ടുള്ള സ്ക്രിപ്റ്റിൻ്റെ എല്ലാ തരത്തിലുള്ള റൂൾസോ ഒന്നും നമ്മൾ ഫോളോ ചെയ്യുന്നില്ല. നമ്മൾ ഇങ്ങനത്തെ ഒരു ഐഡിയ, ഒരു തീം എടുക്കുന്നു, അതിൻ്റെ പ്രിമിസിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ മോഡാണ് ഇതിൽ സ്വീകരിച്ചിരിക്കുന്നത്. പറഞ്ഞ പോലെ സ്ക്രിപ്റ്റഡ് ആണ് താനും. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഇത്തരം സിനിമകൾ നമുക്ക് കുറച്ചുകൂടി അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒരു സ്ട്രക്ചർ കൊണ്ടുവരാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളിൽ സ്ട്രക്ചർ കൊണ്ടുവരേണ്ടതുണ്ടോ, എങ്ങനെയായിരുന്നു താങ്കൾ ആ തീമിനെ കൺസീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിനെ സമീപിച്ചത്, ഈ ഒരു വിഷയം ഇങ്ങനെയാണ് പറയേണ്ടത് എന്ന് തീർച്ചയായിട്ടും താങ്കളുടെ കാരണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇത് ഞാൻ നേരിടുന്നൊരു സ്ഥിരം ചോദ്യമാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു സംഭവം. അത് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ഇൻഡിപെൻഡൻറ്റ് സിനിമയാണ്. ഇത് വേണമെങ്കിൽ ഒരു 2 ലക്ഷത്തിൻ്റെ സിനിമയ്ക്ക് പോലെ ഒരു 25 കോടിയുടെ സിനിമയും ചെയ്യാം, 2.5 കോടിയുടെ സിനിമയൊക്കെ ചെയ്യാം. സത്യത്തിൽ ഞാൻ ആലോകം ചെയ്യുന്നതിന് മുമ്പേ ആലോചിച്ച ഒരു സ്ക്രിപ്റ്റാണ്. ഇതൊരു ഡ്രാമ രീതിയിൽ തന്നെ ചെയ്തെടുക്കാമെന്നൊക്കെ വിചാരിച്ച് കുറേ സ്ക്രിപ്റ്റ് ഒരു ഫസ്റ്റ് ഡ്രാഫ്റ്റൊക്കെ കംപ്ലീറ്റ് ആക്കിയതാണ്. പക്ഷേ ഇതെങ്ങനെ നമുക്ക് ആ ഒരു ബഡ്ജറ്റിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റുമെന്നുള്ളൊരു വലിയൊരു ക്രൈസിസാണ്. ഇങ്ങനെ നമുക്ക് 2.5 കോടിയൊന്നും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കോടികൾ കണ്ടെത്തുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, അന്നത്തെ സാഹചര്യത്തിൽ പറ്റില്ലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഇതെങ്ങനെ മറ്റൊരു രീതിയിൽ ഇതിനെ അവതരിപ്പിക്കാം എന്ന് പറയുന്നത്. അപ്പോഴാണ് അപ്പോൾ ഇത് സ്ഥിരം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ചെന്നെത്തുന്ന ഒരു മെത്തേഡ് എക്സ്പെരിമെൻ്റൽ ആയിരിക്കും. ഇൻഡിപെൻഡൻറ്റ് സിനിമയുടെ ചരിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം. അവരെ ഫോമിൽ കൂടെ അവർ ഇന്നോവേറ്റീവ് ആവാനും ക്രിയേറ്റീവ് ആവാനും ഒക്കെ ഉള്ള ശ്രമം അതിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാകും. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അവൈലബിൾ റിസോഴ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സിനിമ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നൊരു ക്രൈസിസ് എല്ലാവരും ആ ഒരു ഇവിടെ പോയി നമ്മൾ മുട്ടി നിൽക്കും. അപ്പോഴാണ് നമ്മൾ എങ്ങനെയെങ്കിലും വേറെ രീതിയിൽ ചെയ്യാം, ഫോമിൽ നമുക്കെങ്ങനെ പരീക്ഷണം നടത്താമെന്നുള്ള ഒരു ആലോചന വരുന്നത്. അങ്ങനെയാണ് ഒരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അതിൻ്റെ ഒരു രീതിയിലൂടെ നമുക്ക് ചെയ്തുകൂടെ എന്നുള്ളൊരു ആലോചന വന്നത്. അങ്ങനെ വന്നപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റിൻ്റെ ഇതിലോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ പോയിന്റ് ഓൺ ചെയ്താൽ മതിയല്ലോ, ഇന്ന കാര്യങ്ങളാണ് എനിക്ക് അവതരിപ്പിക്കേണ്ടത്. അത് ഒരു കാസ്റ്റിംഗ് കോൾ ഇട്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ പറഞ്ഞതാണ്. ഇപ്പോൾ നിലവിലെ സാമൂഹ്യ സാഹചര്യങ്ങളോടൊക്കെ പ്രതികരിക്കാൻ പറ്റുന്ന തരത്തിൽ അങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം കാസ്റ്റിംഗ് കോളിന് റെസ്പോണ്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ അതിൽ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് അങ്ങനെ കിട്ടിയില്ല. പിന്നെ അതിൽ പ്രദീപ് ആരെ സജസ്റ്റ് ചെയ്തത്, പ്രദീപേട്ടനെയൊക്കെ പ്രദീപേട്ടനെയൊക്കെ ഇങ്ങനെ സുഹൃത്തുക്കളാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ അതിലെ എഡിറ്ററായിട്ടുള്ള ഹരിയാണ്, അതിലെ ഗൗതമി കൗർ അവരെ സജസ്റ്റ് ചെയ്തത്, കെൻഷനെയും സജസ്റ്റ് ചെയ്തത് ഹരിയാണ്. പിന്നെ സൂര്യ ചേച്ചിയെ സജസ്റ്റ് ചെയ്തത് അതിലെ ഈ ടോക്കിംഗ് ഹെഡായിട്ട് വരുന്ന അനിലിപ്പിയാണ്. അനിലിപ്പി എൻ്റെ ഒരു സുഹൃത്താണ്, പുള്ളിയാണ് സൂര്യ ചേച്ചിയെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരെ കമൻറ്റ് ഇതിൻ്റെ ഒരു കമൻറ്ററി കാണുമല്ലോ, അപ്പോൾ അതിന് ഷെറിനെ സജസ്റ്റ് ചെയ്ത് വീണ്ടും കെൻഷനാണ്. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ആൾക്കാർ തന്നെ ഫ്രണ്ട്സ് ഇങ്ങനെ പല ആൾക്കാരിങ്ങനെ സജസ്റ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോം രൂപപ്പെട്ടത്. ഇതാണ് ബേസിക്കലി ദാരിദ്ര്യമാണ് ഇങ്ങനെ ഒരു ഫോം ഉണ്ടാക്കിയത്. അപ്പോൾ കാര്യം ആലോകം കൂടെ ചെയ്ത് ഒരു സിനിമ അതൊരു 12.5 ലക്ഷം രൂപയായി. അപ്പോൾ അത് ഒരു ആദ്യത്തെ സിനിമയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അതാണ്, നമുക്ക് ഒരിടത്തും എത്തിക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അത് കാരണം പക്ഷെ അതേസമയം തന്നെ ബാക്ക് ടു ബാക്ക് ഒരെണ്ണം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹവും കൂടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മളങ്ങ് ഔട്ടായി പോകുന്നു. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ആഗ്രഹിച്ചൊന്നും ആവുന്നില്ല. ആഗ്രഹിച്ച പാഷനൊന്നും അങ്ങനെ ടീച്ചർ ആവണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. ക്വാളിഫിക്കേഷനൊക്കെ കൂടുതലൊക്കെ ഉണ്ട്, കൂടിപ്പോയി. പക്ഷേ ഒരിടത്തും കോടികളൊക്കെ കൊടുക്കണമല്ലോ സാറുമാരെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പ്രശ്നമൊക്കെ കാരണം എപ്പോഴും ആഗ്രഹിക്കാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൈസ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന. അതിൽ തന്നെ അടുത്തൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ, ഈ ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇൻ ക്യാമറ ആയിട്ട് റൂമിൻ്റെ അകത്താണ് മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സബ്ജക്റ്റ് കൈകാര്യം ചെയ്യുമ്പോൾ അതൊരു ലിമിറ്റേഷനായിട്ട് താങ്കൾക്ക് തോന്നിയിരുന്നോ? താങ്കൾ ശരിക്ക്
കൂടുതൽ ഫണ്ട് ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിന് ഇതേ ഔട്ട്ഡോർ ഷൂട്ടിങ് കൂടുതൽ ഫണ്ട് ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു സിനിമ സംഭവിച്ചു. പിന്നെ അതിൽ ഇന്റർവ്യൂറെ ഫേസ്ലെസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇന്റർവ്യൂറെ മുഖം അങ്ങനെ കാണിക്കുന്നില്ല. അതിനെന്തെങ്കിലും പ്രത്യേക കാരണമാണ്? അല്ല, അത് ഈ പറഞ്ഞ പോലെ അത് നമ്മളൊക്കെ ആവാന്നുള്ളൊരു കാര്യമാണ്. ആരും ആവാന്നുള്ളതാണ്. അങ്ങനെ ഒരു ഫേസ്ലെസ് ആയിട്ടുള്ള ആൾ മതി. ആ പുള്ളിയാണ് ഈ ഇവരെല്ലാം ഗ്രൂം ചെയ്ത ആൾ. ആരോമലെന്ന പുള്ളി ഡ്രാമ ചെയ്യുന്ന ഒരാളാണ്, ഹൈസ്കൂളിൻ്റെ അധ്യാപനം. അപ്പോൾ ഒരു ഫേസ്ലെസ് ആയിട്ടുള്ള ഒരാൾ, അയാൾ പോലും ഫേസ് ഇതുണ്ടല്ലോ, അയാൾ ഭയങ്കര സെൻസേഷണലൈസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഈ സമൂഹത്തിൽ മുഖം കാണിക്കാൻ ആഗ്രഹിക്കാത്ത ഈ ഫേക്ക് പ്രൊഫൈലിലൊക്കെ വരുന്ന ചേട്ടന്മാരൊക്കെ അതേപോലെയൊക്കെയുള്ള അങ്ങനെ ഒരു ഫേസ് കൊടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. എന്തായാലും ആ സിനിമയുടെ ഒരു തീമാറ്റിക് ലൈന് അതിലൊരു കവിത രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അതെ, പൊടിമണ്ണ് കൊണ്ട് വരയുന്നു, മാറി മറിയുന്നു.